കരയിലെല്ലാം കമ്പ് കളിക്ക് ഇറങ്ങുമായിരുന്നു. ഉത്തിരാടം, തിരുവോണം ഈ 3 ദിവസവും ഞങ്ങൾ ഇങ്ങനെ കമ്പ് കളിക്ക് ഇറങ്ങുമായിരുന്നു. അന്ന് പഴയ ആൾക്കാരെല്ലാം കൂടെ ഉള്ള അന്നത്തെ ചെറുപ്പക്കാർ നമ്മുടെ വടത്തുംപടി വലിയോളം ഇങ്ങനെ കടമനിട്ട് അങ്ങനെ പോയിട്ടില്ല. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആറന്മുളയൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഒരാണ്ടിൽ കോടഞ്ചേരി സ്കൂളിൽ വെച്ചൊരു മത്സര പരിപാടി ഉണ്ടായിരുന്നു. കമ്പുകളി പലരുടെ ആയിരുന്നു. ഞങ്ങളുടെ മറ്റുള്ളവരുമായിട്ട് വ്യത്യസ്തമായ ഒരു അവതരണമായിരുന്നു. നമുക്ക് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടി. ഓമല്ലൂക്കാർ അതൊരു കപ്പയ്ക്കകത്തിൽ കൂടെ ഓടിപ്പോയെന്നൊക്കെ ഇങ്ങനെ തമാശയാണോ എന്താന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സൈഡിലും ഒക്കെ പോയിട്ടുണ്ട് കമ്പുകളിക്ക്. അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതിനോട് വലിയ പുരാടത്തിന് ഞങ്ങളുടെ ഇവിടുന്ന് ആൾക്കാർ ഇതിന് ഇത് വാങ്ങിക്കാൻ പോകാമായിരുന്നു. നമ്മുടെ ഇവിടെ തൊട്ട് തേക്കനാൽ പടി തൊട്ട് വലിയോളം പിന്നെ അളവല്ല. നമ്മൾ സ്ഥിരം വീട്ടിൽ എല്ലാ വർഷവും ഓണത്ത് എന്നെ സംബന്ധിച്ച് പൂരാടത്തിന്റെ അന്ന് നമ്മൾ പോകുന്നതാണ്. മേപ്പുറത്തെ അച്ഛൻ്റെ ഒക്കെ അവിടെ അന്ന് അച്ഛനൊക്കെ അവിടെ താമസമുള്ള സമയം. മേപ്പുറം എന്ന് പറഞ്ഞാല് പള്ളിയുടെ അവിടോട്ട് കയറി പോകുന്നിടത്തൊരു വീടില്ലേ, ഇപ്പം താമസമൊന്നും ഇല്ലാതെ നാളത്തെ പള്ളിയുടെ അവരുടെ വെല്ലുവിളത്തിങ്ങളുടെ കാര്യമാണോ ഈ പറയുന്നത്? അവിടെ മേപ്പുറം എന്ന് പറഞ്ഞാല് അവിടെ ആരുണ്ടായിരുന്നു? അവിടെ അന്നത്തെ വല്യപ്പനും അവരുടെ അയാളുടെ മക്കളെല്ലാം. ആരുടെ അതാ ഞാൻ ചോദിച്ചത്, ആരാ പള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നത്. അല്ല, അവര് ക്രിസ്ത്യൻസ് ആണോ? ക്രിസ്ത്യാനികളാണ്. അവരുടെ വീട്ടിലെ ഒക്കെ ജോലിക്ക് പോവുകയൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ കമ്പ് കളിക്ക് എന്ന് പറഞ്ഞ് ചെന്നാലും എല്ലായിടത്തും നമ്മുടെ സമുദായമൊന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. എല്ലായിടത്തും നമുക്ക് സ്വീകരണം ഉണ്ട്. എല്ലാ ക്രിസ്ത്യൻസിന്റെ വീട്ടിലും പാട്ട് പാടും. നമുക്ക് ഈ പുരാണ പാട്ടുകൾ മാത്രമേ ഉള്ളൂ. രാമായണത്തിലെ പാട്ടുകളാണ് കൂടുതലുള്ളത്. അല്ലാത്ത പാട്ടുകളൊന്നും നമ്മൾ പാടത്തില്ല. ഇപ്പോഴത്തെ കൊച്ചു പിള്ളേർ കളിക്കുന്ന പോലുള്ള പാട്ടൊന്നും എല്ലാം പുരാണമായിരുന്നു. പുരാണ പാട്ടുകളാണ്. എന്താ അതിനൊരു കാരണമെന്നുള്ളത് വല്ലതും അറിയാമോ അങ്ങനെ വരാൻ? ഇവിടെ എന്തോ കാരണമെന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. അല്ല, നടക്കാതിരിക്കാനല്ല, ഈ പുരാണത്തിലെ പാട്ടുകൾ മാത്രമായിട്ട് പാടുന്നതിന് അങ്ങനെ എന്തെങ്കിലും പഠിപ്പിച്ചത് ആ പാട്ട് മാത്രം. പുരാണത്തിലെ രാമായണത്തിലെ പാട്ട് ആദ്യം മുതലുള്ള ചില ഭാഗങ്ങളെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ചേർത്ത് ഒരു പാട്ടുകൾ പാടുന്നത്. നമ്മള് ഇവിടെ കിഴവറെ വരുമായിരുന്നു. അവിടുത്തെ വല്യമ്മ അവിടെ ഒന്നും വല്യമ്മ ഞങ്ങൾ പാടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പാടുമായിരുന്നു. വല്യമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം 2-3 റൗണ്ടൊക്കെ കളിപ്പിക്കുമായിരുന്നു. പ്രായമുള്ളവർ അവിടെ ചെന്ന് അവര് നമ്മുടെ കൂടെ പാടും. തെറ്റ് വരുന്നുണ്ടെങ്കിൽ അവർ പറയും. അതുപോലെ മരുതിക്കലെ വീട്ടിൽ മടത്തും അങ്ങനെ വലിയോളത്തും നമ്മളെ മെമ്പറില്ലയോ 4-ാം വാർഡിൽ, അവരുടെ വീട്ടിൽ ചെന്നാൽ അവിടെ ഉണ്ട് പ്രായമുള്ളവര്. അവരിറങ്ങി കൈക്കൂട്ടത്തിലാണോ? മായ ഹരിചന്ദ്രൻ അവരുടെ കുടുംബത്തൊക്കെ അഞ്ചോട്ടുങ്കൽ ആ ഭാഗത്ത് അവിടെ പോയിട്ടുണ്ട്. എല്ലായിടത്തും വലിയോള അഞ്ചോട്ടുങ്കൽ അങ്ങോട്ട് പോയിട്ടില്ല. കിഴവറ വരെ നമ്മള് പോവുള്ളായിരുന്നു. കിഴവറ നമ്മളെ തിരിഞ്ഞിങ്ങി പോരത്തേക്കും നടത്തമ്പടിക്കലോട്ട് അപ്പുറത്തോട്ട് അങ്ങനെ പോയിട്ടില്ല. അല്ല, പുള്ളിക്കാരുടെ വീട് അഞ്ചോട്ടുങ്കല. ഞാൻ ചോദിച്ചു പുള്ളിക്കാരുടെ അല്ല പിന്നെ കടമനട്ടയാണോ? മുമ്പുള്ള കാര്യമായി പറയുന്നത് മനസ്സിലായി. അവരുടെ ഒരു വയ്യാത്ത ഒരാളൊക്കെ ഉണ്ടായിരുന്നു, ഒരു അമ്മാച്ചനോ 30-35 വർഷത്തിന് മുമ്പുള്ള വർഷമൊക്കെ കഴിഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും ഈ ഒന്നാമത് ഇതിനൊന്നും ഇറങ്ങാത്തെന്ന് പറഞ്ഞാൽ കാലും ഒന്നും വയ്യ, ചാടാൻ ഈ നല്ല ഭയങ്കര ചാട്ടം ചാടും. പിള്ളേർക്ക് അതിനോട് വലിയതാ. എല്ലാം വെച്ചിട്ട് എല്ലാം 10-ഉം 12-ാം ക്ലാസ്സൊക്കെ പോയ അമ്മമാർക്ക് ഈ കലാപരിപാടികളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല. അതെ. പിന്നെ ഓണത്തിന് അമ്മമാരെന്തെങ്കിലുമൊക്കെ അവരെന്തെങ്കിലുമൊക്കെ പരിപാടി നടത്തും. അവിടെ റോഡില് 2-3 ദിവസത്തെയൊക്കെ പരിപാടിയൊക്കെ നടത്തും.